നിയമസഭയിലേറ്റ കനത്ത ഒരു പരാജയം മറച്ചുവെക്കാൻ തെലങ്കാനയിൽ BRSന് ഒരു തിരിച്ചുവരവ് ഇപ്പോൾ അത്യാവശ്യമാണ്. ഭരണം നേടിയതിൻ്റെ ആത്മവിശ്വാസം കോൺഗ്രസിനുണ്ട്. ദക്ഷിണേന്ത്യ പിടിക്കാൻ തന്ത്രങ്ങൾ മെനയുന്ന BJPക്ക് തെലങ്കാനയിൽ സീറ്റുകൾ കിട്ടിയേ മതിയാകുന്നല്ല, സീറ്റുകൾ കൂട്ടിയേ മതിയാകും. 2019 തെരഞ്ഞെടുപ്പിൽ 17-ൽ 3 സീറ്റുകൾ മാത്രമാണ് കോൺഗ്രസിന് ലഭിച്ചത്. BRS 9-ലും BJP 4 സീറ്റുകളിലും വിജയിച്ചു. ഒരു സീറ്റ് അസദുദ്ദീൻ ഒവൈസിയുടെ മജ്ലിസ് പാർട്ടിക്ക് ലഭിച്ചു. ഇത്തവണ കോൺഗ്രസിന് എത്ര എന്നതാണ് ഉയരുന്ന ചോദ്യം. കോൺഗ്രസ് നിയമസഭയിലേക്ക് നേടിയ തകർപ്പൻ ജയം, രേവന്ത് റെഡ്ഡി എന്ന മുഖ്യമന്ത്രിയുടെ ജനകീയ സമീപനം, ഇതെല്ലാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടായി മാറുമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ്. തെലങ്കാന രൂപീകരണം മുതൽ ഭരണം BRSനായിരുന്നു. ആ കുത്തകയാണ് കോൺഗ്രസ് തകർത്തത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 3 സീറ്റിൽ മാത്രമായി ഒതുങ്ങിയ കോൺഗ്രസ് ആണ് 2023-ൽ BRSൽ നിന്ന് ഭരണം പിടിച്ചുവാങ്ങിയത്. BRSനെ തകർത്ത് ഭരണത്തിലെത്തിയ ശേഷം തെരഞ്ഞെടുപ്പിൽ പ്രഖ്യാപിച്ച 5 വാഗ്ദാനങ്ങൾ നടപ്പാക്കുകയും ചെയ്തു. എല്ലാ കാര്യങ്ങളിലും ജനകീയ മുഖത്തോടെ ഇടപെടുന്ന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറെ ഗുണം ചെയ്യുമെന്ന പ്രതീക്ഷ കോൺഗ്രസിനുണ്ട്. അപരാജിതരായിരുന്നു തെലങ്കാനയിൽ BRS. TRS എന്ന പ്രാദേശിക പാർട്ടിയെ BRS എന്ന ദേശീയ പാർട്ടിയാക്കി മാറ്റിയ ശേഷം നേരിട്ട ആദ്യ തെരഞ്ഞെടുപ്പിൽ ചന്ദ്രശേഖർ റാവുവിന് നേരിടേണ്ടി വന്നത് കനത്ത പരാജയം. എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഒരു പടി മുന്നിൽ നിന്നിരുന്ന BRSന് 2019-ൽ 9 സീറ്റ് ലഭിച്ചിരുന്നു. എന്നാൽ 2023 ആയപ്പോഴേക്കും കാര്യങ്ങൾ വലിയ തോതിൽ മാറി. ദേശീയ പാർട്ടിയായി മാറിയ ശേഷം നേരിട്ട ആദ്യ തെരഞ്ഞെടുപ്പിൽ കയ്യിലുണ്ടായിരുന്ന സംസ്ഥാന ഭരണവും നഷ്ടപ്പെട്ടു. കോൺഗ്രസ് വേരുറപ്പിച്ച തെലങ്കാനയിൽ ഇനി പതിയെ തിരിച്ചു വന്നേ മതിയാകൂ BRSന്. സംസ്ഥാന ഭരണം കൂടി നഷ്ടപ്പെട്ടതോടെ പാർട്ടിയിൽ നിന്ന് BJPയിലേക്കും കോൺഗ്രസിലേക്കും കൊഴിഞ്ഞുപോക്കും കാര്യമായി ഉണ്ടായി. നാലിൽ നിന്ന് 1 സീറ്റ് വർദ്ധിപ്പിക്കാൻ സാധിച്ചാൽ പോലും തെലങ്കാനയിൽ BJPക്കത് നേട്ടമാണ്. ഓരോ തെരഞ്ഞെടുപ്പിലും നില മെച്ചപ്പെടുത്താൻ സാധിക്കുന്നത് BJPയുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു. 2019-ലെ തെരഞ്ഞെടുപ്പിൽ 10.4% വോട്ട് നേടി 4 സീറ്റിൽ BJP വിജയിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 13% വോട്ട് വിഹിതവും നേടി 8 നിയമസഭാ സീറ്റുകളിലും വിജയിച്ചു. അങ്ങനെ ഓരോ വർഷം കഴിയുന്തോറും BJPക്ക് തെലങ്കാനയിൽ സ്വാധീനം വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിലും മികവ് ആവർത്തിക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് BJP. സംസ്ഥാനം കയ്യിലൊതുക്കാനാണ് കോൺഗ്രസ് കളത്തിലിറങ്ങുന്നത്. BRSന് ഇത് ജീവൻ മരണ പോരാട്ടം. ഓരോ തെരഞ്ഞെടുപ്പുകളിലെയും പോലെ നില മെച്ചപ്പെടുത്താനാണ് BJPയുടെ ശ്രമം. പോരാട്ടം ശക്തമാണ് തെലങ്കാനയിൽ.